ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഒമാൻ യാത്രയാണ്. ഒമാനിലേക്ക് വിസ ചേഞ്ച് ആക്കുന്ന ഒരു യാത്രയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്ന് ഇപ്പോൾ ടൈം 4 മണിയായിട്ടുണ്ട്. ഞാൻ എണീച്ച ഇന്നലെ നൈറ്റ് ലേറ്റായിട്ടാണ് കിടന്നത്. എണീച്ച് അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് കാറിലാണ് പോകുന്നത്. ഫുജേറയിൽ നിന്ന് കാറിൽ പോയിട്ട് ഷാർജ ബസ് സ്റ്റേഷനിലെത്തിയിട്ട് ബസ് വഴിയാണ് നമ്മൾ പോകുന്നത്. ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്നലെ നല്ല ലേറ്റായിപ്പോയി ഉറങ്ങാൻ വേണ്ടിയിട്ട്. ബാഗെല്ലാം പാക്കാക്കി, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ബാഗെല്ലാം പാക്കാക്കി. അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി കിടക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ എണീച്ച് ഭയങ്കര ക്ഷീണമുണ്ട്. ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബസ് വൊമിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. കൂടെ ഫാദൊക്കെയുണ്ട്, നമ്മൾ സ്റ്റാഫാണ്. അപ്പം അവരാ അയക്കാൻ എന്നെ കൊണ്ടാക്കുന്നത്. എന്നിട്ട് അങ്ങനെ പോവാന്ന്. ചായ ഒന്നും കുടിച്ചില്ല. അവിടെ ചായ കുടിക്കണം എന്നുണ്ട്. പറ്റുമോ അറിയില്ല, ലേറ്റ് ആവുമോ അറിയില്ല. കുറച്ച് ടൈം ലേറ്റായി. 5:45 6 മണിയാകുമ്പോൾ അവിടെ എത്തണം ബസ് ഷാർജയിൽ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ ഫുള്ളിപ്പം വെളിച്ചം വരുന്നത്ര. ഇപ്പം സമയം 5 മണിയായി. അങ്ങനെ ഷാർജ എത്തി. ഞാൻ ബസ് കയറി കേട്ടോ. ബസ് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ബസ് കയറി അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞ് ഇപ്പോൾ ഇത് വൈകുന്നേരത്ത് ചായ കുടിക്കാൻ വന്നിട്ടുള്ള എൻ്റെ കൂടെയുള്ള ചേച്ചിയുണ്ട്. ചേച്ചി ഞാനും കൂടിയിട്ട് ചായ കുടിക്കാൻ വന്നിട്ടുള്ളൂ. അവിടെ എത്തിയിട്ട് കമ്പനി ആയിട്ടോ, ആളുമായിട്ട് നല്ല കമ്പനി. ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ഒമാനിലെത്തി. ഒമാനിൽ വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണത്താൽ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ എത്തി ഫുഡെല്ലാം കഴിച്ചിരുന്നു. നൈറ്റ് എത്തിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഫുഡെല്ലാം അടിപൊളിയാണ്. നമ്മളെ കേരള സ്റ്റൈൽ തന്നെ ഫുഡൊക്കെ. അങ്ങനെ മോർണിംഗ് ആയി. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടാണ് ഉള്ളത്. ഇന്നലെ കഴിച്ചത് വേറെ ഹോട്ടലിൽ നിന്നാണ്. അവിടെ അടിപൊളി ഫുഡാണ്. അടിപൊളി വെച്ചാൽ അടിപൊളി, നല്ല കേരള മീൽസ് ഒന്നും ഉണ്ടായത്. അടിപൊളിയാണ് ഉണ്ടായത്. പിന്നെ വേറെ കടയിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അത് കാണാം നമുക്ക്. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന അതാണ് ഞാൻ എന്തോ പറയുന്നത് കേട്ടോ. കൂടെയുള്ളവരെന്ന് പറയുന്നത് ഇവരൊക്കെ അവിടുന്ന് പരിചയപ്പെട്ടത്. എല്ലാവരും ദോശയും ചട്നിയും സാമ്പാറാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓരോരാൾക്ക് വന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കുറേ ആളെ അവിടെ നിന്ന് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ UAE വർക്ക് ചെയ്യാൻ വന്നത്. അതന്നെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒറ്റയ്ക്കെല്ലാം ഇങ്ങനെ ചെയ്യാൻ പഠിക്കുന്നത്. ഞാൻ അങ്ങനെ UAE വന്നതിന് ശേഷം ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഒമാനിൽ പോയി. അവിടെ കുറേ ആളെ ഞാൻ പരിചയപ്പെട്ട് കുറേ ഫ്രണ്ട്സുകളെ കിട്ടി. നമ്മളിങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഓരോരാളില്ലേ, ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്ന അവരായിട്ട് കുറച്ച് ടൈം നമ്മളിങ്ങനെ സംസാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ അകന്നു പോയി. അങ്ങനെ റെഡിയായി നമ്മൾ ഇനി പോകാൻ പോവാണ് ഒമാനിലേക്ക്. ചൈനീ നാട്ടിലേക്ക് UAE പോവാണ്. അപ്പോൾ നമുക്ക് റെഡിയായി. അവരിനി വിളിക്കും. നമ്മൾ ഏജൻസി വഴിയാണ് വന്നത്. അപ്പോൾ നമ്മൾ പോവാൻ കഴിയുക. എല്ലാവരും റെഡിയായി. കുറച്ച് പേര് ഇവിടെ ഇരിക്കുക. അവർക്ക് നൈറ്റാണ് വിസ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വീഡിയോസ് എനിക്ക് കാണാം. അങ്ങനെ നമ്മളിങ്ങനെ പോവാന്ന്. റൂമിൽ വിളിക്കാൻ വന്നിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവാന്ന്. ഭയങ്കര വെയിലെന്ന് വെച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാതെ വെയിൽ. അങ്ങനെ പാസ്പോർട്ട് ബസ് കയറി ടിക്കറ്റ് പാസ്പോർട്ട് പിടിച്ച് നിൽക്കുക. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇന്നലെ വരുന്നതായാലും ഇമിഗ്രേഷനും അതെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഡ്രൈവർ പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒമാനിൽ വന്നിട്ട് ഞാൻ കുറേ ആൾക്കാരായിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കാതെയാണ്. പക്ഷെ ഞാൻ കുറേ ആളായിട്ട് സംസാരിച്ചു. നല്ല ഫ്രണ്ട്സുകളെ കിട്ടി. കുറേ ഏജിലവരുണ്ട്, ഏജ് കുറഞ്ഞവരുണ്ട്. അങ്ങനെ അവരായിട്ട് നല്ല സംസാരിച്ച് നല്ല രസമാണ് ഉണ്ടായത്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മളെത്താനായിട്ട് ഫുജേറ എത്താനായി. എനിക്ക് കുറേ ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ അവിടുന്ന് ഇമിഗ്രേഷൻ അവിടെ നിന്നൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല പറഞ്ഞിന്. അതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോൾ കൽബി എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേഷനാണ് ബസ് സ്റ്റേഷനാണ് ഫുജേറ. അപ്പോൾ നമ്മളങ്ങനെ ഫുജേറയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. വിസയും ചേഞ്ച് ആക്കി അങ്ങനെ നമ്മളിപ്പോൾ ഫുജേറയിലേക്ക് പോകുന്ന. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.